ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ശ്രീകുട്ടി ആനന്ദ നിലയത്തിൽ ഉണ്ടെന്നുള്ള കാര്യം അരുൺ ശ്യാമയെ വിളിച്ച് അറിയിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അഖിലും ശ്യാമയും വിചാരിക്കുന്നുണ്ട്. എന്തായാലും ശ്രീകുട്ടി എവിടെയുണ്ടെന്ന് അറിഞ്ഞു. ഇനി അശ്വതിയാണ് കാണാനുള്ളത്. ആ സമയം ശ്യാമയുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ഈ നേരത്തെ ഇത് ആരാണെന്ന് ഇന്ന് അഖിൽ പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ വാതിൽ തുറന്നപ്പോൾ വന്നിരിക്കുന്നത് ജയേഷാണ്. ജയേഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ. ജയേഷിന്റെ കയ്യിൽ ഒരു കെട്ടൊക്കെയുണ്ട്. ജയേഷാണെങ്കിലോ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ശ്യാമയെ. അവൾ എവിടെ അശ്വതി? എനിക്കറിയാം നീ അവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അശ്വതി ചേച്ചി ഇവിടെ ഇല്ലെന്ന്. ദേ, അശ്വതിയുടെ ഏറ്റവും വലിയ സഹായം നീയാണ്. അപ്പോൾ അവളെ നീ ഇവിടെ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കും എന്ന് പറഞ്ഞ് ശ്യാമയെ തട്ടിമാറ്റി ജയേഷ് അകത്തേക്ക് കയറി നോക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാമ ജയേഷിനെ തടയുന്നു. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ. മാറി നിൽക്കേടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമയെ തള്ളിമാറ്റി ജയേഷ് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വാസുദേവൻ അവിടേക്ക് വന്നു. ദേവകിയും കൂടെ തന്നെയുണ്ട്. അച്ഛനും മകളും. ആ അശ്വതി ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു, രാത്രി ഒരാളുടെ വീട്ടിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കുന്നോ? മാറുടോ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വാസുദേവന്റെ കഴുത്തിനും പിടിച്ച് ഒരൊറ്റ തള്ളാണ് ജയേഷ്. പെട്ടെന്ന് അഖിൽ വാസുദേവനെ വന്ന് പിടിച്ചതുകൊണ്ട് വാസുദേവൻ താഴെ വീണില്ല. ദേഷ്യത്തോടെ ജയേഷിനെ നോക്കുകയാണ് അഖിൽ. പറയടോ, എവിടെയാടോ അശ്വതി, പറയടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജയേഷ് അകത്തേക്ക് കയറി വന്ന് വാസുദേവന്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നു. അവിടെ അഖിലും ജയേഷും തമ്മിൽ ഒരു അടി തന്നെ നടക്കുന്നുണ്ട്. അഖിൽ ജയേഷിനെ എടുത്തിട്ട് അടിക്കുകയാണ്. ശ്യാമയും ദേവകിയും വാസുദേവനും കൂടി തടയുന്നുണ്ട്. ദേ, ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ നീ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ എസ് ചെയ്യാനൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ അഖിൽ പറയുന്നു. ജയേഷ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ പോന്നടാ, പക്ഷെ വീണ്ടും ഞാൻ വരും, അന്ന് നീ സൂക്ഷിച്ചോ. ഇനി നീയും ദേ ഇവളും ഈ ശ്യാമയും സൂക്ഷിക്കണം, ജയേഷടാ പറയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ജയേഷ് വീടിന് പുറത്തേക്ക് പോകുന്നു. ശ്യാമ പ്രാർത്ഥിക്കുന്നു, കൃഷ്ണ ഒരിക്കലും അവനെൻ്റെ അശ്വതിയേച്ചിയെ കണ്ടുപിടിക്കല്ലേ എന്ന്. ശേഷം കാണിക്കുന്നത് രാവിലെ GK സാറ് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ശ്യാമ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇന്ന് റിയാലിറ്റി ഷോയുടെ ഓഡീഷനിൽ പങ്കെടുക്കുന്നില്ല എന്നും GK ചോദിക്കുന്നുണ്ട്. ഉണ്ട്, ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങാൻ പോവുകയാണ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശ്യാമ ഇറങ്ങിക്കോളൂ, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് GK സാറ് പറയുന്നു. എന്തായാലും ശ്യാമ ഓഡീഷനിൽ എത്തുമല്ലോ, അപ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് GK സാറ് പറയുന്നുണ്ട്. സാറ് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ GK സാറ് പറയുന്നു, എന്നാ കേട്ടോളൂ, ശ്യാമ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജസിൽ ഒരാൾ ഞാനായിരിക്കും. അത് കേട്ട് ശ്യാമ സന്തോഷത്തോടെ നിൽക്കുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. ഇത് ജയന്തി കേൾക്കുന്നു. അഖിൽ അവിടേക്ക് വന്നപ്പോൾ ശ്യാമ ആ കാര്യം അഖിലിനോട് പറയുന്നുണ്ട്. നീ ആ സ്പെഷ്യൽ ഡ്രസ്സ് ഇട്ട് റെഡിയായിട്ട് വാ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ റെഡിയാവാൻ പോകുന്നു. ജയന്തി ആ സമയം വിചാരിക്കുന്നുണ്ട്, സ്പെഷ്യൽ ഡ്രസ്സ് അതൊക്കെ ഇട്ടങ്ങ് ചെന്നാലും മതി, അവളാ ഇപ്പോൾ 1ാം സ്ഥാനത്താവാൻ പോകുന്നത്. ഈ മുടക്കുന്ന രൂപ വേസ്റ്റ്, അല്ലാണ്ട് ഇപ്പോൾ എന്താവാനാ. ശേഷം കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ഐശ്വര്യ താഴേക്ക് ഇറങ്ങി വരുന്നു. അമ്മേ, ഒരു വിവരം അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. അമ്മേ, ഇന്നൊരു അത്ഭുതം നടക്കുകയാണെന്നും പറയുന്നു. ഞാൻ വെറുതെ വിശേഷമൊക്കെ ഒന്ന് അറിയാലോ എന്ന് കരുതി ജയന്തിയെ വിളിച്ചതാണ്. അപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത്. എൻ്റെ അമ്മയെ ശ്യാമ ഇന്ന് റിയാലിറ്റി ഷോയുടെ ഓഡിഷന് പോവുകയാണ്. അത് അമ്മയ്ക്ക് അറിയാലോ, വലിയ ഷോയാണത്. അതിൽ സെലക്ഷൻ കിട്ടിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവളെ 4 ആൾ അറിയുന്ന സെലിബ്രിറ്റി ആയാലേ അതിൻ്റെ ദോഷം അമ്മയ്ക്കാണ്. ഇപ്പം തന്നെ അവൾക്ക് അമ്മയെ പുച്ഛമാണ്. വലിയ ആളായ പിന്നെ കണ്ട ഭാവം നടിക്കില്ല. ഒടുവിൽ അമ്മയ്ക്ക് നമ്മുടെ അഖയെ തിരിച്ചു കിട്ടുമെന്നുള്ള മോഹം അത് വെറും മോഹം മാത്രമായിരിക്കും. എന്തിനെ, അവസാനം ഞാനും അമ്മയ്ക്ക് അവളെ തൊഴുത് നിൽക്കേണ്ടി വരും. എൻ്റെ അമ്മ അവളുടെ ആട്ടും തുപ്പും കേട്ടിട്ട് എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. അവൾക്ക് റിയാലിറ്റി ഷോയിൽ ഉറപ്പായിട്ടും സെലക്ഷൻ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ആദ്യം അത് പറ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക, അത്ര തന്നെയെന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. എന്നാൽ വസുന്ധര ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. അവൾ ആ ഓഡിഷനിൽ പങ്കെടുക്കാതിരുന്നാൽ സെലക്ഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അതില്ല, അതിന് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമെന്നും ഐശ്വര്യ ചോദിക്കുന്നുണ്ട്. ഇന്ന് ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കാൻ പാടില്ല, അതിനെന്താ വഴിയെന്ന് ആലോചിക്കേ എന്ന് വസുന്ധര പറയുന്നുണ്ട്. എൻ്റെ അഖി ഒരിക്കലും എന്നെയും നിന്നെയും സംശയിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ അതാണ് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, അത് അല്പം കടന്ന കൈയാണ്. എന്തായാലും വേണ്ടിയില്ല ശ്യാമ ഇന്ന് ഓഡിഷനിൽ പങ്കെടുക്കരുതെന്ന് വസുന്ധര. അമ്മയും എന്നെയും സംശയിച്ചുകൂടാ, അപ്പോൾ അതിനെ പറ്റിയാണ് ജയന്തിയാണ്. അങ്ങനെ ഐശ്വര്യ ജയന്തിയെ ഫോൺ ചെയ്യുന്നു. ശ്യാമ എവിടെയെന്ന് ചോദിക്കുന്നു. അവള് കുളിയും തേവാരൊക്കെ തുടങ്ങി, ഇപ്പോൾ വന്ന് അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങുമെന്ന് ജയന്തി പറയുന്നു. ഈ പളന്നുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അഖിൽ വാങ്ങിച്ചു കൊടുത്തു, അവളുടെ ഒരു ഭാഗ്യം എന്നൊക്കെ ജയന്തി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, അവൾക്കങ്ങനെ ഭാഗ്യം വന്നാൽ നാളെ ശ്യാമ സ്റ്റാർ ആകും. ഇപ്പോൾ തന്നെ ആ വീട്ടിൽ ജയന്തിക്ക് വിലയില്ല. ശ്യാമ സെലിബ്രിറ്റി കൂടി ആയാൽ പിന്നെ ആ വീട്ടിൽ ജയന്തിയുടെ അവസ്ഥ എന്താണെന്ന് ഓർത്തിട്ടുണ്ടോ?
പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമ്മൾ പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ അനുഭവിക്കുക തന്നെ എന്നൊക്കെ ജയന്തി പറയുന്നു. ശ്യാമ ഇന്ന് ഓഡീഷനിൽ പോയാലല്ലേ അവൾ വലിയ ആളാവോ, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും ജയന്തി പറയുന്നുണ്ട്, അതിനവൾ പോവുമല്ലേ, അവളുടെ ഭാഗ്യം. ജയന്തി വിചാരിച്ച ആ പോക്ക് തടയാൻ പറ്റില്ല എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ഞാനോ എന്ന് ജയന്തി ഒരു പാവമായോണ്ട് എനിക്ക് ജയന്തി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ആ വീട്ടിൽ അടിപൊളിയായിട്ട് സുഖിച്ച് കഴിയേണ്ടവളാണ് ജയന്തി എന്നും ഐശ്വര്യ പറയുന്നു. ഐശ്വര്യയ്ക്ക് അത് തോന്നി, പക്ഷേ ഇവിടെ ആർക്കും ആ ചിന്തയില്ല എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ആ ചിന്ത തനിക്ക് ഉണ്ടാവണം, താൻ വിചാരിച്ചാലേ അത് നടക്കൂ. ശ്യാമ ഇന്ന് ഓഡീഷന് പോവരുത്, അതാണ് ജയന്തിയുടെ വിജയം. വഴി ഞാൻ പറഞ്ഞു തരാം, ജയന്തി അത് ചെയ്യൂ എന്നും ഐശ്വര്യ ചോദിക്കുന്നു. എന്നെ കൊണ്ടൊക്കുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് ഐശ്വര്യ പറയുന്നു. ജയന്തി പറയുന്നു, ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഇത്രേ ജയന്തി ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഐശ്വര്യ ജയന്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഐഡിയ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ഐഡിയ എന്ന് ജയന്തി. എന്നാൽ സമയം കളയേണ്ട, വേഗം ചെല്ല് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഇത് ഞാൻ ഏറ്റു, ഇന്ന് ശ്യാമ ഓഡീഷനിൽ പോയില്ല, അത് ഉറപ്പെന്ന് ജയന്തി. രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് എന്നും ഇവിടെ ഒരു സെലിബ്രിറ്റി മതി, അത് ഐശ്വര്യയാണ് എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം ജയന്തി ശ്യാമയുടെ മുറിയിലേക്ക് വന്നു. അവിടെ ഒരു കത്രിക ഇരിക്കുന്നത് കാണുന്നുണ്ട്. ശ്യാമയെ മോളെ, ഞാനതങ്ങ് നടത്താൻ പോവുകയാണ് എന്നൊക്കെ ജയന്തി കത്രികയും കൈ വെച്ചുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ റെഡിയായിട്ട് വരുന്നു. ഇപ്പോൾ പുറപ്പെട്ടാലേ സമയത്ത് അവിടെ എത്താൻ പറ്റൂ എന്ന് വിചാരിച്ച ശ്യാമ ആ സാരി ഉടുക്കാൻ തുടങ്ങിയപ്പോൾ ആ സാരി മുഴുവനായിട്ടും കീറിയിരിക്കുന്നു. ഹായ്, കാണാൻ എന്ത് രസം, അല്ലെങ്കിൽ കുറച്ചുകൂടി കീറാമായിരുന്നു എന്നൊക്കെ ജയന്തി വിചാരിക്കുന്നു. ആ സമയം തന്നെ ശ്യാമ അമ്മയെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ആ സാരി മുഴുവനും നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ജയന്തി. വേറൊരു സാരി എടുക്കുന്നു, അതും കുറെ കീറി വെച്ചിരിക്കുകയാണ്. വേറൊരു സാരി എടുത്തപ്പോൾ അതും ഇതുപോലെ കീറി വെച്ചിരിക്കുന്നു. ആരോ കത്രിക കൊണ്ട് കീറി വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നുണ്ട്. ജയന്തി ദേവകിയും വാസുദേവനും അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇത് എന്ത് പറ്റിയെന്ന്. ഇതാരോ മനഃപൂർവ്വം കത്രികയ്ക്ക് കട്ട് ചെയ്തതാണ് എന്ന് വാസുദേവൻ. ഓഡിഷനിൽ പോവാൻ വേണ്ടി അത്ര പാടുപെട്ട് അഖിൽ സാറ് വാങ്ങി തന്നതാണ്. അത് മാത്രമല്ല, ഉള്ള നല്ല ഡ്രസ്സ് മുഴുവനും ചീത്തയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ എൻ്റെ മോളെ ദ്രോഹിക്കാൻ. ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ അത് ജയന്തി തന്നെയായിരിക്കുമെന്ന് ദേവകി പറയുന്നുണ്ട്. ജയന്തിയുടെ വേലയാണെന്ന് ദേവകി പറയുന്നു. ജയന്തി ഒന്ന് കാണട്ടെ, എന്തിനാ ഇത് ചെയ്തതെന്നൊന്ന് അറിയണമല്ലോ എന്നൊക്കെ ദേവകി പറയുന്നു. അച്ഛാ, ഇനി ഈ അവസാന നിമിഷം ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഓഡിയേഷൻ, അതും ഇങ്ങനെയായല്ലോ ഭഗവാനെ എന്നൊക്കെ വിഷമത്തോടെ ശ്യാമ പറയുന്നു. ആ സമയം ദേവകി ജയന്തിയെ വിളിക്കുന്നു. ഞാനാ ഇത് ചെയ്തതെന്ന് അവർ ഉറപ്പിച്ചു എന്നൊക്കെ ജയന്തിയും വിചാരിക്കുന്നു. ജയന്തി, നീ എവിടെ പോവാ എന്ന് ദേവകി ജയന്തിയെ വിളിക്കുന്നു. ജയന്തി ആണെങ്കിൽ ഓടുന്നുണ്ട്. എന്താ അമ്മ, എന്താ കാര്യമെന്ന് ഒടുവിൽ ജയന്തി ദേവകിയോട് ചോദിക്കുന്നുണ്ട്. നീ എന്തിനായിട്ട് ശ്യാമയുടെ പുതിയ ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചത് എന്ന് ദേവകി ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആര് എന്നൊക്കെ ജയന്തി ചോദിക്കുന്നുണ്ട്. ശ്യാമയും വാസുദേവനും അവിടേക്ക് വരുന്നു. ശ്യാമയുടെ എന്ത് ഡ്രസ്സ് കട്ട് ചെയ്തെന്നാ പറയുന്നത്? ആര്, എപ്പോൾ കട്ട് ചെയ്തു? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ജയന്തി പറയുന്നു. അമ്മ, ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ, എനിക്കൊന്നും അറിയില്ല എന്ന് ജയന്തി വീണ്ടും പറയുന്നു. ജയന്തി, നീ സത്യം പറഞ്ഞോ, നീയല്ലേ ഇത് ചെയ്തത് എന്ന് വാസുദേവൻ. അയ്യോ, ഈ അച്ഛനാണേ അമ്മയാണേ ശ്യാമയാണേ, എനിക്കൊന്നും അറിയില്ല അച്ഛാ, സത്യമെന്ന് ജയന്തി. എടുത്തേക്ക് ഇപ്പോൾ ഒന്നും അറിയില്ലല്ലോ, എങ്കിൽ പിന്നെ ഞാൻ ശരിക്കും അറിയിച്ചു തരാമെന്ന് ശ്യാമ. അല്ല, നീ എന്ത് ചെയ്യാൻ പോവോ എന്ന് ജയന്തി ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ കണ്ട എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോകുന്നു. ഇനി ഡ്രസ്സ് പോയതിൻ്റെ നിരാശ മൂത്ത് ഇവിടെ വല്ല ആത്മഹത്യയെങ്കിലും ചെയ്യാൻ പോയതാണോ എന്ന മഹാഭാഗ്യം. ശ്യാമയുടെ ശല്യം അങ്ങനെ അവസാനിച്ച് കിട്ടുമല്ലോ എന്നൊക്കെ ജയന്തി മനസ്സിൽ വിചാരിക്കുന്നു. ജയന്തിയുടെ മുറിയിലേക്ക് വന്ന് ജയന്തിയുടെ സാരിയൊക്കെ വലിച്ചെറിയുകയാണ് ശ്യാമ. എന്നിട്ട് തീപ്പെട്ടി ഉരയ്ക്കുകയാണ് അത് കത്തിക്കാനായിട്ട്. മോളെ, ചുമ്മാ വെറുതെ ഇരിക്കുക എന്നൊക്കെ വാസുദേവനും ദേവകിയും പറയുന്നുണ്ട്. എന്നാൽ ജയന്തി വിചാരിക്കുന്നത് ഞാൻ ഊഹിച്ചത് ശരിയാണ്, ശ്യാമ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ. മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ജയന്തിയുടെ സാരി മുഴുവനും താഴെ കിടക്കുന്നു. അയ്യോ, എൻ്റെ സാരി ശ്യാമേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ തടയുകയാണ് ജയന്തി. കത്തിക്കല്ലേ എന്നും പറയുന്നു. എൻ്റെ പുതിയ സാരി ഇതിലുണ്ട് ശ്യാമേ എന്നൊക്കെ ജയന്തി പറയുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് ശ്യാമയും പറയുന്നു. വേണ്ട, ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് ജയന്തി പറയുന്നു. സംസാരിച്ച് സമയം കളയണ്ട, വേഗം പോയി ഡ്രസ്സ് കൊണ്ടുപോവാ എന്ന് ശ്യാമ. ഞാൻ ഒരുപാട് ക്ഷമിച്ചു, ഇനി എനിക്ക് പറ്റില്ല, പോയി ഡ്രസ്സ് കൊണ്ടുപോവാ എന്ന് ശ്യാമ പറയുന്നു. വേഗം കൊണ്ടുവരാം, അതുവരെ ഒന്ന് ക്ഷമിക്കുന്നേ, നീ ഈ ഡ്രസ്സ് കത്തിക്കലേ എന്ന് ജയന്തി പറയുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? പുറത്തു വെച്ച് ജയന്തി എടുത്തേ കണ്ടു, ഡ്രസ്സ് കട്ട് ചെയ്തെന്നോ അബദ്ധം പറ്റിയതെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടോ എന്നൊക്കെ അഖിൽ അവരോട് ചോദിക്കുന്നു. മോനെ എന്ത് ചെയ്യാനാ, മോളുടെ പുതിയ ഡ്രസ്സാണ് ജയന്തി വെട്ടിക്കീറി നശിപ്പിച്ച് കളഞ്ഞത് എന്ന് വാസുദേവനും പറയുന്നു. എങ്ങനെ ഓഡീഷന് പോകുമെന്ന് പറഞ്ഞ് മോളിരുന്ന് കരയാണെന്നും പറയുന്നുണ്ട്. നടന്നു, ഇനി അതോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, താൻ എഴുന്നേക്ക്, മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവും, നമുക്ക് സമയത്ത് അവിടെ എത്തണോ എന്ന് അഖിൽ. എന്നാലും അവർ ഇങ്ങനെ ഒരു ചതി ചെയ്തില്ലേ എന്ന് ശ്യാമ പറയുന്നു. അവർ ഡ്രസ്സ് വാങ്ങി വരുന്നത് കാത്തിരുന്നാൽ ശരിയാവില്ല, നമുക്ക് പുറപ്പെടാം എന്ന് അഖിൽ.
സാർ ഓഡീഷനിലെ കുറച്ചെങ്കിലും നല്ല ഡ്രസ്സ് വേണ്ടേ, എനിക്കതിലൊന്നും പങ്കെടുക്കാൻ ഭാഗ്യമില്ല എന്ന് ശ്യാമ പറയുന്നു. ആര് വേണമെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചോട്ടെ, പക്ഷേ ഇനി ആരുടെ മുന്നിലും നമ്മൾ തോറ്റു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതല്ലേ. നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം, പോകുന്ന വഴിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ ഞാനല്ലേ പറയുന്നത് എനിക്ക് അഖിൽ പറയുന്നുണ്ട് ശ്യാമയോട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.